So next we are going to discuss about the 100 important modes of action. Or drugs in the mechanism of action ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. So first one, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അതായത് എന്താണ് സ്റ്റാറ്റിൻസ് നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നത്? സ്റ്റാറ്റിൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹൈപ്പർ ലിപ്പിഡമിക് കണ്ടീഷൻസിലാണ്. ഹൈപ്പർ ലിപ്പിഡമിക് കണ്ടീഷൻസിലാണ് നമ്മൾ സ്റ്റാറ്റിൻസ് യൂസ് ചെയ്യുന്നത്. തന്നെ നമ്മൾ അറ്റോർവാസ്റ്റാറ്റിൻ, സിംവാസ്റ്റാറ്റിൻ, റോസ്വാസ്റ്റാറ്റിൻ അങ്ങനെ കുറെ ഡ്രഗ്സ് നമ്മൾ പറഞ്ഞു. ഇപ്പൊ നമ്മൾ ഇവിടെ പറയുന്ന ഫസ്റ്റ് വൺ സിംവാസ്റ്റാറ്റിൻ എന്ന് പറഞ്ഞൊരു ഡ്രഗിനെ പറ്റി. അതായത് HMG കോയി റിഡക്ടേസ് എന്ന് പറഞ്ഞ ഒരു എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ആക്ഷൻ ആണ് സിംവാസ്റ്റാറ്റിൻ ഉള്ളത്. അതായത് HMG കോയി റിഡക്ടേസ് അത് ഈ ഒരു ലൈക്ക് ലിപ്പിഡ്സിന്റെ ആ ഒരു മെറ്റബോളിക് പാത്വേയിൽ വളരെ എസെൻഷ്യൽ ആയിട്ട് വേണ്ട ഒരു എൻസൈം ആണ് HMG കോയി റിഡക്ടേസ്. സോ ആ ഒരു എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നുള്ളതാണ് സ്റ്റാറ്റിൻസിന്റെ ഫംഗ്ഷൻ. സോ ഇറ്റ് ഇൻഹിബിറ്റ്സ് HMG കോയി റിഡക്ടേസ്. ഇതാണ് ഫസ്റ്റ് വൺ സിംവാസ്റ്റാറ്റിൻ. സെക്കൻഡ് വൺ ക്ലോപ്പിഡോഗ്രൽ. നമ്മൾ പറഞ്ഞു ക്ലോപ്പിഡോഗ്രൽ ഇസ് ആൻ ആന്റി പ്ലേറ്റ്ലെറ്റ് ഡ്രഗ്. ഈ ഒരു പ്ലേറ്റ്ലെറ്റ്സിന്റെ സർഫസിൽ കാണപ്പെടുന്ന ഒരു റിസപ്റ്റർ ആണ് എന്ത്? ADP റിസപ്റ്റേഴ്സ്. അതായത് അഡിനോസിൻ ഡൈഫോസ്ഫേറ്റ് റിസപ്റ്റർ. ഈ ADP റിസപ്റ്റേഴ്സിനെ ഇൻഹിബിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആന്റി പ്ലേറ്റ്ലെറ്റ് ഡ്രഗ്സിന്റെ മേജർ ആക്ഷൻ. അപ്പോൾ ക്ലോപ്പിഡോഗ്രൽ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഈ അഡിനോസിൻ ഡൈഫോസ്ഫേറ്റ് റിസപ്റ്ററിനെ പ്ലേറ്റ്ലെറ്റിന്റെ സർഫസിലുള്ള ADP റിസപ്റ്റേഴ്സിനെ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് വൈ ക്ലോപ്പിഡോഗ്രൽ ഇസ് എൻ ആന്റി പ്ലേറ്റ്ലെറ്റ് ഡ്രഗ്. അത് നമ്മൾ പറഞ്ഞു ഓൾ ചേർത്തുള്ള ഡ്രഗ്സ് ഒക്കെ എന്താണ്? ബീറ്റ ബ്ലോക്കേഴ്സ് ആണ്. അതായത് ബീറ്റ റിസപ്റ്റേഴ്സ്, അഡ്രിനർജിക് റിസപ്റ്റേഴ്സ്, അഡ്രിനർജിക് β2 റിസപ്റ്റർ ഉണ്ട്, β1 റിസപ്റ്റർ ഉണ്ട്. അതിൽ β1 ബ്ലോക്കർ ആണ് എന്ത്? അതിനെ ബ്ലോക്ക് ചെയ്യാണ്. വേറെ രീതി പറഞ്ഞ ഒരു ആന്റഗോണിസ്റ്റിക് ആക്ഷൻ. അപ്പൊ ഇനി ബ്ലോക്ക് ചെയ്യുന്ന β1 ബ്ലോക്കർ ആണ് എന്ത്? മെറ്റോപ്രലോൾ. അതുപോലെ ARB ബ്ലോക്കർ ആണ് സാർട്ടൻസ് നമ്മൾ പറഞ്ഞു. അതായത് ആൽഡോസ്റ്റിറോൺ അല്ലെങ്കിൽ ARB എന്ന് പറയാം. ആൻജിയോടെൻസിൻ 2 റിസപ്റ്റേഴ്സ് എന്ന് പറയാം. ആൻജിയോടെൻസിൻ 2 റിസപ്റ്ററിനെ ബ്ലോക്ക് ചെയ്യുന്നതാണ് എന്ത്? ലോസാർട്ടൻ. ആൽഡോസ്റ്റിറോൺ എന്നും പറയാം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൻജിയോടെൻസിനോജനെ ആൻജിയോടെൻസിൻ 1 ഉം ആൻജിയോടെൻസിൻ 2 ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈം. സോ ഈ ആൻജിയോടെൻസിൻ 2 നിന്ന് പിന്നെ ഫർദർ ആൽഡോസ്റ്റിറോൺ ആയിട്ട് കൺവേർട്ട് ആവുന്നുണ്ട്. അപ്പൊ ആൽഡോസ്റ്റിറോൺ റിസപ്റ്റർ ബ്ലോക്കർ ആയാലും ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈം ബ്ലോക്കർ ആണെങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഹിബിറ്റർ ആണെങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്? ബ്ലഡ് പ്രഷറിനെ കുറയ്ക്കാനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. സോ ആൻജിയോടെൻസിൻ 2 റിസപ്റ്റർ ബ്ലോക്കർ ആണ് എന്ത്? സാർട്ടൻസ്. ഇവിടെ ARB എന്ന് വേണമെങ്കിൽ പറയാം. ആൻജിയോടെൻസിൻ റിസപ്റ്റർ ബ്ലോക്കർ, ലോസാർട്ടൻ. നെക്സ്റ്റ് വൺ ബൈൻഡ്സ് ടു വോൾട്ടേജ് ഗേറ്റഡ് കാൽഷ്യം ചാനൽസ് ആണ് GABAപെയിൻ. ഇപ്പൊ ഇതായിട്ട് റിലേഷൻ ഇല്ലാത്ത ഓരോന്നും ഓരോരോ കാറ്റഗറി ആയിട്ടാണ്. സോ വോൾട്ടേജ് ഗേറ്റഡ് കാൽഷ്യം ചാനലിനെ ബൈൻഡ് ചെയ്യുന്ന ഡ്രഗ് ആണ് എന്ത്? GABAപെയിൻ. അതുപോലെ ലിവോതൈറോക്സിൻ എന്ന് പറഞ്ഞാൽ തൈറോയിഡ് ഹോർമോണിനെ റീപ്ലേസ് ചെയ്യുന്നു. അതായത് ഹൈപ്പോതൈറോയിഡിസം കണ്ടീഷൻ. ഹൈപ്പോതൈറോയിഡിസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് എസെൻഷ്യൽ ആയിട്ട് വേണ്ട തൈറോയിഡ് ഹോർമോൺ അവിടെ ഇല്ല, അയഡിൻ അവിടെ ഇല്ല. സോ ഹൈപ്പോതൈറോയിഡിസം കണ്ടീഷൻ. അപ്പൊ ആ കണ്ടീഷനിൽ അങ്ങനെ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള തൈറോയിഡ് ഹോർമോണിനെ നമ്മൾ എന്ത് ചെയ്യും? സപ്ലിമെന്റ് ചെയ്ത് കൊടുക്കുകയാണ്. എന്തുവഴി? ലിവോതൈറോക്സിൻ വഴി. സോ ലിവോതൈറോക്സിൻ എന്താ ചെയ്യുന്നത്? ഇറ്റ് റീപ്ലേസസ് ദി എൻഡോജീനസ് തൈറോയിഡ് ഹോർമോൺസ്. നെക്സ്റ്റ് വൺ പ്രെഡ്നിസോൺ. നമുക്കതൊരു കോർട്ടിക്കോസ്റ്റിറോയിഡ് ഡ്രഗ് ആണ്. ഇറ്റ് മോഡുലേറ്റ്സ് ജീൻ എക്സ്പ്രഷൻ ബൈ ബൈൻഡിങ് ടു ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് റിസപ്റ്റർ. സോ നമുക്കറിയാം 2 ടൈപ്പ് കോർട്ടിക്കോയിഡ്സ് ഉണ്ട്. മിനറലോകോർട്ടിക്കോയിഡ്സ് ഉണ്ട്, ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് ഉണ്ട്. ഈ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് റിസപ്റ്ററിൽ ചെന്നിട്ട് ബൈൻഡ് ചെയ്യുന്ന ആക്ഷൻ ആണ് എന്തിനുള്ളത്? പ്രെഡ്നിസോളോൺ ഉള്ളത്. നെക്സ്റ്റ് വൺ എന്താണ്? സിറ്റാലോപ്രാം. അതായത് ഒരു ആന്റി ഡിപ്രസന്റ് കാറ്റഗറിയിലുള്ള ഡ്രഗ് ആണ്. സെറോട്ടോണിന്റെ റീ അപ്ടേക്കിനെ ഇൻഹിബിറ്റ് ചെയ്യും. സോ സെറോട്ടോണിൻ നമുക്കറിയാം ആന്റി ഡിപ്രസന്റ് ഡ്രഗ്സിനകത്ത് തന്നെ സെറോട്ടോണിൻ സെലക്റ്റീവ് സെറോട്ടോണിൻ റീഅപ്ടേക്ക് ഇൻഹിബിറ്റേഴ്സ് SSRI. അപ്പൊ സെറോട്ടോണിൻ റീഅപ്ടേക്കിന് ഇൻഹിബിറ്റ് ചെയ്യുന്ന ഒരു ഡ്രഗ്സ് ആണ് സിറ്റാലോപ്രാം, എസിറ്റാലോപ്രാം അങ്ങനെയുള്ള ഡ്രഗ്സ്. ഓക്കെ, ഓക്കെ. നെക്സ്റ്റ് വൺ അതുപോലെ തന്നെ ഈ സെറോട്ടോണിൻ റീഅപ്ടേക്കിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഒരു ആന്റി ഡിപ്രസന്റ് ഡ്രഗ് ആണ് എന്ത്? ഫ്ലൂഓക്സെറ്റിൻ. അതും ഒരു ആന്റി ഡിപ്രസന്റ് ഡ്രഗ് ആണ്. അതും സെറോട്ടോണിൻ റീഅപ്ടേക്കിനെ ഇൻഹിബിറ്റ് ചെയ്യും. പിന്നെ അടുത്തത് എന്താണ്? നമ്മൾ പറഞ്ഞു ലൂക്കോട്രൈൻ റിസപ്റ്റർ ആന്റഗോണിസ്റ്റ് ആണ് മോണ്ടിലൂക്കാസ്റ്റ്. അപ്പോ
ലൂക്കോട്രൈൻ റിസപ്റ്ററിനെ അത് ബ്ലോക്ക് ചെയ്യും. പിന്നെ ടാംസലോസിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ടാംസലോസിൻ എന്താണ് ആൽഫ-1 അഡ്രിനർജിക് റിസപ്റ്ററിനെ ബ്ലോക്ക് ചെയ്യും. ആൽഫ-1 ബ്ലോക്കർ ആണ് എന്ത് ടാംസലോസിൻ. It blocks the alpha-1 adrenergic receptor. ഫിറോസിമൈഡ് നമ്മൾ പറഞ്ഞു അതൊരു ലൂപ്പ് ഡയോറിറ്റിക് ആണ്. നമ്മൾ അപ്പോഴേ പറഞ്ഞായിരുന്നു അതിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ അതിന് വേറൊരു പേരുണ്ടാവും നമ്മൾ പറഞ്ഞായിരുന്നു. ലൂപ്പ് ഡയോറിറ്റിക് ആണ് ഫിറോസിമൈഡ്. So it inhibits the sodium potassium chloride co-transporter in the loop of Henle. അതായത് നമ്മുടെ നെഫ്രോണിന്റെ അകത്ത് പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ ഗ്ലോമറുലസ് ഉണ്ട്, ബോവാൻസ് ക്യാപ്സൂൾ, പിന്നെ പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ, ലൂപ്പ് ഓഫ് ഹാൻലി, ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ, കളക്ടിങ് ഡക്ട്. അപ്പോൾ ഓരോരോ സെഗ്മെന്റിലായിട്ട് ഓരോരോ സിംപോർട്ടും കോ ട്രാൻസ്പോർട്ടേഴ്സ് ആന്റിപോർട്ട് അങ്ങനെ കുറെ സെഗ്മെന്റ്സ് ഉണ്ടാവും. അപ്പൊ അതില് ലൂപ്പ് ഓഫ് ഹാൻഡിലുള്ള സോഡിയം പൊട്ടാസ്യം ക്ലോറൈഡ് കോ ട്രാൻസ്പോർട്ടറിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നുള്ളതാണ് എന്ത് ഫിറോസിമൈഡിന്റെ ഫംഗ്ഷൻ. So it is a loop diuretic and it inhibits the sodium potassium chloride co-transporter in the loop of Henle. Next one atenolol. അപ്പോൾ ആൽഫ-1 ബ്ലോക്കർ ആണ് ഇത് ടാംസലോസിൻ. ബീറ്റ-1 ബ്ലോക്കർ ആണ് അറ്റനലോൾ, പ്രൊപ്രനലോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു. സോ ഇറ്റ് ഇസ് എ ബീറ്റ-1 ബ്ലോക്കർ, ബ്ലോക്സ് ബീറ്റ-1 അഡ്രിനർജിക് റിസപ്റ്റർ. നെക്സ്റ്റ് വൺ വാർഫാരിൻ. അതൊരു നമ്മൾ പറഞ്ഞു വാർഫാരിൻ ഒരു ആന്റി കൊയാഗുലൻ ഡ്രഗ് ആണ്. ബ്ലഡ് ക്ലോട്ടിങ്ങിന് എസെൻഷ്യൽ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ കെ. സോ വൈറ്റമിൻ കെ എപ്പോക്സൈഡ് റിഡക്ടേസിനെ ഇൻഹിബിറ്റ് ചെയ്യുക എന്നുള്ളതാണ് എന്ത് വാർഫാരിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ. ഇറ്റ് ഇൻഹിബിറ്റ്സ് ദി വൈറ്റമിൻ കെ എപ്പോക്സൈഡ് റിഡക്ടേസ്. നെക്സ്റ്റ് വൺ ഓക്കെ, നെക്സ്റ്റ് വേറൊരു സെക്ഷൻ ആണ് എന്ത് ഡോക്സിസൈക്ലിൻ. ഡോക്സിസൈക്ലിൻ നമ്മൾ പറഞ്ഞു ഇറ്റ് ഇസ് എ ടെട്രാസൈക്ലിൻ ഡെറിവേറ്റീവ്. സോ ഇറ്റ് ഇൻഹിബിറ്റ്സ് ദി ബാക്ടീരിയൽ പ്രോട്ടീൻ സിന്തസിസ് ബൈ ബൈൻഡിങ് ടു ദി 30S റൈബോസോമൽ സബ് യൂണിറ്റ്. നമുക്കറിയാം സബ് യൂണിറ്റ്സ് ഉണ്ട് റൈബോസോമിന്, 2 മേജർ സബ് യൂണിറ്റ്സ് ഉണ്ടാവും. അപ്പൊ അതിൽ 30S സബ് യൂണിറ്റിൽ ചെന്നിട്ട് ബൈൻഡ് ചെയ്തിട്ട് പ്രോട്ടീൻ റൈബോസോംസ് നമുക്കറിയാം പ്രോട്ടീൻ സിന്തസിസിന് മേജർ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സെൽ ഓർഗനലിയാണ് റൈബോസോം. റൈബോസോമിൽ വെച്ചിട്ടാണ് പ്രോട്ടീൻ സിന്തസിസ് അഥവാ ട്രാൻസ്ലേഷൻ നടക്കുന്നത്. സോ ആ ഒരു ബാക്ടീരിയയുടെ പ്രോട്ടീൻ സിന്തസിസിനെ ഇവർ ഇൻഹിബിറ്റ് ചെയ്ത് എങ്ങനെ ഈ ഒരു ഡ്രഗ് എന്നിട്ട് ബാക്ടീരിയയുടെ ബോഡിയിലുള്ള 30S റൈബോസോമിന്റെ 30S സബ് യൂണിറ്റ് എന്ത് ചെയ്യും അത് ബ്ലോക്ക് ചെയ്യും. അങ്ങനെ ആ ഒരു പ്രോസസ്സിനെ അത് ഇൻഹിബിറ്റ് ചെയ്യും ഡോക്സിസൈക്ലിൻ. നെക്സ്റ്റ് വൺ അലോപ്യൂരിനോൾ. ഇറ്റ് ഇൻഹിബിറ്റ് സാന്തിൻ ഓക്സിഡേസ്. സാന്തിൻ ഓക്സിഡേസ് എന്ന് പറഞ്ഞാൽ എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഡ്രഗ് ആണ് എന്ത് അലോപ്യൂരിനോൾ. സോ നെക്സ്റ്റ് വൺ സെട്രിസിൻ. നമുക്ക് പറയാം അതൊരു ആന്റി ഹിസ്റ്റമിൻ ഡ്രഗ് ആണ്. അത് ആന്റി ഹിസ്റ്റമിനിക് ഡ്രഗ് ആണ്. അതായത് H1 ഹിസ്റ്റമിൻ റിസപ്റ്റേഴ്സിനെ ബ്ലോക്ക് ചെയ്യുന്ന ഡ്രഗ് ആണ് സെട്രിസിൻ. അടുത്തത് അസിത്രോമൈസിൻ. ഇറ്റ് ഇൻഹിബിറ്റ്സ് ദ ബാക്ടീരിയൽ പ്രോട്ടീൻ സിന്തസിസ് ബൈ ബൈൻഡിങ് ടു ദി 50S റൈബോസോമൽ സബ് യൂണിറ്റ്. ഇവിടെ എന്താണ് 50S റൈബോസോമൽ സബ് യൂണിറ്റിനെ ബൈൻഡ് ചെയ്തിട്ടാണ് പ്രോട്ടീൻ സിന്തസിസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന അസിത്രോമൈസിൻ. നെക്സ്റ്റ് വൺ നമ്മൾ പിന്നെയും പറഞ്ഞായിരുന്നു നമ്മുടെ ബിഗിനിങ്ങിൽ നമ്മൾ പറഞ്ഞു സ്റ്റാറ്റിൻസ് എന്താണ് HMG കോയ റിഡക്ടേസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. അത് തന്നെ റോസുവാസ്റ്റാറ്റിൻ ഇൻഹിബിറ്റ്സ് HMG കോയ റിഡക്ടേസ്. Next one pantoprazole. It inhibits the H+K+ ATPase in the stomach lining. This is otherwise known as the proton pump. അപ്പൊ ഇതെന്താണ് ഒമിപ്രസോൾ ഒരു പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റർ ആണ്. So it inhibits the H+K+ ATPase in the stomach lining and it is a proton pump. അടുത്ത enalapril. Pril നമ്മൾ പറഞ്ഞു എന്താണ് ACE ഇൻഹിബിറ്റേഴ്സ് ആണ്. ഈ ആൻജിയോടെൻസിൻ 1ഉം 2 ഒക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന എൻസൈം ആണ് ACE, അതായത് ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈം. സോ ആ എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഡ്രഗ്സ് ആണ് enalapril. നെക്സ്റ്റ് വൺ ലോറാസെപ്പ. It enhances the GABA activity at the GABA A receptors. GABAയുടെ ആക്ടിവിറ്റി എൻഹാൻസ് ചെയ്യും എവിടെ GABA A റിസപ്റ്റേഴ്സിൽ, GABA റിസപ്റ്ററിൽ ആക്ട് ചെയ്തിട്ട്. അതാണ് ലോറസെപ്പം enhances the GABA activity at the GABA A receptors. അടുത്തത് നാപ്രോക്സിൻ. ഇതൊരു നോൺ സ്റ്റിറോയിഡൽ ആൻഡ് ഇൻഫ്ലമേറ്ററി NSAIDs ആണ്. ഇൻഹിബിറ്റ്സ് ദി COX-1 ആൻഡ് COX-2 എൻസൈം നാപ്രോക്സിൻ. പിന്നെ അതുപോലെ സെർട്രാലിൻ എന്ന് പറഞ്ഞാലും അതൊരു ആന്റി ഡിപ്രസന്റ് ഡ്രഗ് ആണ്. സെറോട്ടോണിന്റെ റിയപ്ടേക്കിനെയാണ് അതും ഇൻഹിബിറ്റ് ചെയ്യുന്നത് സെർട്രാലിൻ. പിന്നെ റാണിറ്റിഡിൻ നമ്മുടെ ഈ പാൻറ്റോപ്രസോൾ പോലെ തന്നെ
ഓക്കെ. നമ്മുടെ ഈ സ്റ്റൊമക് ലൈനിങ്ങിലുള്ള H2 ഹിസ്റ്റമിൻ റിസപ്റ്റേഴ്സ്, നമുക്കറിയാം H1 റിസപ്റ്റേഴ്സിന് ബ്ലോക്ക് ചെയ്യുന്നതാണ് സെട്രിസിൻ. H2 റിസപ്റ്ററിനെ ബ്ലോക്ക് ചെയ്യുന്ന ഒരു ഡ്രഗാണ് റാണിറ്റിഡിൻ, സ്റ്റൊമക് ലൈനിങ്ങിലുള്ള. സോ ഈ സെക്രീഷൻസിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു റിസപ്റ്ററാണ് H2 റിസപ്റ്റർ. സോ H2 റിസപ്റ്ററിനെ ബ്ലോക്ക് ചെയ്യുന്ന ഒരു ഡ്രഗാണ് എന്ത്, റാണിറ്റിഡിൻ. നെക്സ്റ്റ് വൺ കാർബിഡിലോൾ ബ്ലോക്സ് ബീറ്റ ആൻഡ് ആൽഫ 1 അഡ്രിനർജിക് റിസപ്റ്റേഴ്സ്. അപ്പം ബീറ്റ ആൻഡ് ആൽഫ ബ്ലോക്കർ ആണ് എന്ത്, കാർബിഡിലോൾ. മിക്സ്ഡ് ആണ്, മിക്സ്ഡ് ബീറ്റ ആൻഡ് ആൽഫ. കാർബിഡിലോള് ബോത്ത് ബീറ്റ ആൻഡ് ആൽഫ റിസപ്റ്ററിനെ ബ്ലോക്ക് ചെയ്യുന്ന ഡ്രഗ് ആണ്. പിന്നെ ഇൻസുലിൻ ഗ്ലാർജിൻ, അതായത് ഇൻസുലിനിൽ തന്നെ ലോങ് ആക്ടിങ്, ഷോർട്ട് അങ്ങനെ കുറെ ടൈപ്പ് ഓഫ് അതിന്റെ ഡെറിവേറ്റീവ്സ് വരുന്നുണ്ട്. അപ്പോൾ ഇൻസുലിൻ ഗ്ലാർജിൻ എന്ന് പറയുന്നത് ഇറ്റ് ബൈൻഡ്സ് ടു ഇൻസുലിൻ റിസപ്റ്റർ. പിന്നെ ഹൈഡ്രോക്ലോ തയസൈഡ് നമ്മൾ പറഞ്ഞു, അതൊരു തയസൈഡ് ഡയോറിറ്റിക് ആണ്. അത് സോഡിയം ക്ലോറൈഡ് സിംപോർട്ടറിനെ ഇൻ ദ ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ, DCT-യിലുള്ള സോഡിയം ക്ലോറൈഡ് സിംപോർട്ടറിനെ ബ്ലോക്ക് ചെയ്യും. സോഡിയം ക്ലോറൈഡ് സിംപോർട്ടറിനെ ബ്ലോക്ക് ചെയ്യുന്ന ഡ്രഗ്സ് അതിനകത്ത് വരുന്നത് ഏതാണ്, തയസൈഡ് ഡയോറിറ്റിക്. തയസൈഡ് ഡയോറിറ്റിക്സ് ആണ് സോഡിയം ക്ലോറൈഡ് സിംപോർട്ടറിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഡ്രഗ്സ്. നെക്സ്റ്റ് വൺ അമോക്സിസിലിൻ, ഇറ്റ് ഇൻഹിബിറ്റ്സ് ബാക്ടീരിയൽ സെൽ വോൾ സിന്തസിസ്. നമുക്കറിയാം, നമ്മൾ അസിത്രോമൈസിന്റെ കേസിലും ഡോക്സിസൈക്കിളിന്റെ കേസിലും പ്രോട്ടീൻ സിന്തസിസിനെയാണ് ഇത് ഇൻഹിബിറ്റ് ചെയ്യുന്നത്. ഇവിടെ എന്താണ്, ബാക്ടീരിയയുടെ സെൽ വോൾ സിന്തസിസിനെയാണ് അമോക്സിസിലിൻ ഇൻഹിബിറ്റ് ചെയ്യുന്നത്. അതായത് ഈ പെൻസിലിൻസ് എല്ലാം സെൽ വോൾ സിന്തസിസിനെയാണ് ഇൻഹിബിറ്റ് ചെയ്യുന്നത്. ഇനി ക്ലോണസെപ്പാം, ഇറ്റ് ഓൾസോ എൻഹാൻസസ് ദി ഗാബ. ലോറസെപ്പാം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ ക്ലോണസെപ്പാം, ഇറ്റ് എൻഹാൻസസ് ദി GABA activity at the GABA A receptor. At the bisoprolol, it blocks beta-1 adrenergic receptor. Beta-1 blocker ആണ് എന്ത്, bisoprolol. പിന്നെ ciprofloxacin, it inhibits the bacterial DNA gyrase. ബാക്ടീരിയൽ DNA ഗൈറേസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഡ്രഗ് ആണ് എന്ത്, ciprofloxacin. ബാക്ടീരിയൽ DNA ഗൈറേസ്. നമ്മൾ എസിറ്റാലോപ്രാം, സിറ്റാലോപ്രാം, സെർട്രാലിനൊക്കെ നമ്മൾ ആന്റി ഡിപ്രസന്റ് ഡ്രഗ് ആണ്. ഇതെല്ലാം സെറോട്ടോണിൻ റീഅപ്ടേക്കിനെയാണ് ഇൻഹിബിറ്റ് ചെയ്യുന്നത്. ആ ക്ലാസിഫിക്കേഷൻ നന്നായിട്ട് ഓർത്തിരിക്കണം. Next one, candesartan. Candesartan means candesartan blocks angiotensin 2 receptor. Candesartan നമ്മൾ പറഞ്ഞു. So angiotensin 2 receptorനെ ബ്ലോക്ക് ചെയ്യും. Loratadine blocks H1 histamine receptor. So cetirizine പോലെ തന്നെ H1 histamine receptorനെ ബ്ലോക്ക് ചെയ്യുന്ന, H1 റിസപ്റ്ററിനെ ബ്ലോക്ക് ചെയ്യുന്ന ഡ്രഗ് ആണ് ലോറാറ്റിഡിൻ. അവിടെ തന്നെ സെട്രസിനും വരുന്നുണ്ട്. ഇനി സ്പൈറനോലാക്ടൻ നമ്മൾ പറഞ്ഞു, അതൊരു പൊട്ടാസ്യം സ്പെയറിംഗ് ഡയോട്ടിക് ആണ്. അതായത് ആൽഡോസ്റ്റിറോൺ റിസപ്റ്ററിനെ അത് ആന്റഗോണൈസ് ചെയ്യും. പൊട്ടാസ്യം സ്പെയറിംഗ് ഡയോട്ടിക് ആണത്. Next one, QTPin antagonizes the dopamine D2 and serotonin 5-HT2 receptor. ഡോപ്പമിൻ ആക്ട് ചെയ്യുന്ന റിസപ്റ്റർ D2 അതിലും സെറോട്ടോണിൻ 5-HT2 റിസപ്റ്ററിലും ആന്റഗോണൈസ് ചെയ്യുന്ന ഡ്രഗ് ആണ് QTPin. പിന്നെ ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു ഡ്രഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിലോക്സെറ്റിൻ ഇൻഹിബിറ്റ് സെറോട്ടോണിൻ ആൻഡ് നോറെപ്പിനെഫ്രിൻ. രണ്ടിന്റെയും, സെറോട്ടോണിൻ മാത്രമല്ല, സെറോട്ടോണിൻ ആൻഡ് നോറെപ്പിനെഫ്രിൻ റീഅപ്ടേക്കിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നതാണ് എന്ത്, ഡിലോക്സെറ്റിൻ. പിന്നെ സൈക്ലോബെൻസപ്രിൻ ആക്ട്സ് ഓൺ ദി സെൻട്രൽ നെർവസ് സിസ്റ്റം ടു റെഡ്യൂസ് ദി മസിൽ സ്പാസം. പിന്നെ അതുപോലെ മെട്രോണിഡസോൾ, ഇറ്റ് ഡിസ്റപ്റ്റ്സ് ദി ബാക്ടീരിയൽ DNA സിന്തസിസ്. ബാക്ടീരിയൽ DNA സിന്തസിസിനെ ഇൻഹിബിറ്റ് ചെയ്യാൻ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു ഡ്രഗ് ആണ് എന്ത്, മെട്രോണിഡസോൾ. പിന്നെ ലിറാഗ്ലൂട്ടൈഡ് ആക്ടിവേറ്റ്സ് ദി GLP, ഗ്ലൂക്കഗോൺ ലൈക്ക് പെപ്റ്റൈഡ് 1 റിസപ്റ്റർ ആണ്. ലിനാഗ്ലൂട്ടൈഡും സെമാഗ്ലൂട്ടൈഡ് ഒക്കെ. അത് നോവൽ ഡ്രഗ് ആണ്. GLP-1
ഗ്ലൂക്കഗോൺ ലൈക്ക് പെപ്റ്റൈഡ്, അത് ഡയബറ്റിസ് മെൽറ്റസ് കണ്ടീഷനിൽ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഡ്രഗ് ആണ് ഗ്ലൂക്കഗോൺ ലൈക്ക് പെപ്റ്റൈഡ് 1. സോ ആ ഒരു അഗോണിസ്റ്റ് അതിന്റെ റിസപ്റ്റേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്താണ് സെമാഗ്ലൂട്ടൈഡും ലിനാഗ്ലൂട്ടൈഡും. പിന്നെ ഒൾമിസാർട്ടൻ, സാർട്ടൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു ആൻജിയോടെൻസിൻ 2 റിസപ്റ്റർ ബ്ലോക്കർ ആണ്. വെൻലാഫാക്സിൻ, ഡിലോക്സിറ്റിൻ പറഞ്ഞ പോലെ തന്നെ എന്താണ് സെറോട്ടോണിനെയും അതുപോലെ നോറെപ്പിനെഫ്രിൻ റീഅപ്ടേക്കിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഡ്രഗാണ് വെൻലാഫ്ലാക്സിൻ. ദെൻ venlafaxine. Trazodone, it inhibits serotonin reuptake and antagonizes serotonin 5-HT2 receptor. സെറോട്ടോണിൽ 5-HT2 സ്പെസിഫിക് ആയിട്ട് 5-HT2 റിസപ്റ്ററിനെ അതുപോലെ അതിന്റെ റീഅപ്ടേക്കിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഒരു ഡ്രഗാണ് എന്ത് ട്രസോഡോൺ. പിന്നെ സോൾപിഡ, ഇത് വേറൊരു കാറ്റഗറി, ഇതെല്ലാം CNS ആക്ട് ചെയ്യുന്ന ഡ്രഗ്സ് ആണ്. സോൾപിഡ, ഇറ്റ് എൻഹാൻസസ് ദി ഗാബ ആക്ടിവിറ്റി അറ്റ് ദ ഗാബ എ റിസപ്റ്റർ likewise the lorazepam and the clonazepam. പിന്നെ പ്രൊപ്രാനോൾ നമ്മൾ ഇപ്പൊ കുറെ ആയിട്ട് നമ്മൾ പറയുന്നതാണ് β1 ആയിട്ടുള്ള ബീറ്റ ബ്ലോക്കർ ആണ് പ്രൊപ്രാനോൾ. ഇറ്റ് ബ്ലോക്സ് β1 ആൻഡ് β2 adrenergic റിസപ്റ്റർ. ഡയസെപ്പാമോ എന്താണ് ഗാബ ആക്ടിവിറ്റിനെ എൻഹാൻസ് ചെയ്യുന്ന ഡ്രഗ് ആണ്. പിന്നെ ഫിനാസ്റ്ററൈഡ് നമ്മൾ പറഞ്ഞു ഇൻഹിബിറ്റ്സ് 5-alpha reductase, 5-alpha reductase ബ്ലോക്കർ ആണ്, അപ്പൊ ആ എൻസൈമിനെ ഇതാക്കുന്നു. പിന്നെ NSAIDs എല്ലാം COX-1 COX-2 എൻസൈംസിനെ ഇൻഹിബിറ്റ് ചെയ്താണ്. ഡൈക്ലോഫിനാക്കിന്റെ കേസിൽ എന്ത് ചെയ്യുന്നുണ്ട് COX-1നെയും COX-2നെയും അത് ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ പ്രവാസ്റ്റാറ്റിൻ. സ്റ്റാറ്റിൻസ് എല്ലാം എന്താണ് HMG കോയറഡക്റ്റേസ് ഇൻഹിബിറ്റർ ആണ്. സോ പ്രവാസ്റ്റാറ്റിൻ ഓൾസോ ഇറ്റ് ഇൻഹിബിറ്റ്സ് HMG കോയറഡക്റ്റേസ്. ഫ്ലൂട്ടിക്കസോൺ നമ്മൾ പറഞ്ഞു അതൊരു ഇൻഹേൽഡ് കോർട്ടിക്കോസ്റ്റിറോയിഡ് ആണ്. സോ ഇറ്റ് മോഡുലേറ്റ്സ് ദ ജീൻ എക്സ്പ്രഷൻ ബൈ ബൈൻഡിങ് ടു ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് റിസപ്റ്റർ ഫ്ലൂട്ടിക്കസോൺ. പിന്നെ എസോമിപ്രസോളും എന്താണ് പ്രോട്ടോൺ പമ്പിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഡ്രഗ് ആണ്. സോ ഇറ്റ് ഇൻഹിബിറ്റ്സ് ദ പ്രോട്ടോൺ പമ്പ് ഇൻ ദ സ്റ്റൊമക് ലൈനിങ് എസോമിപ്രസോൾ. പിന്നെ മോർഫിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഒരു ഒപ്പിയോഡ് അനാൽജസിക് ആണ്. ഒപ്പിയോഡ് അനാൽജസിക്സ് എല്ലാം ആക്ട് ചെയ്യുന്നത് 3 റിസപ്റ്റേഴ്സ് വഴിയാ. ഒന്ന് മ്യൂ, പിന്നെ കാപ്പ, പിന്നെ ഡെൽറ്റ. ഇത്രയും റിസപ്റ്റേഴ്സ് വഴിയാണ് അതിന്റെ ആക്ഷൻ കാണിക്കുന്നത്. ഇതിൽ മോർഫിൻ എന്താണ് ഇറ്റ് ആക്ടിവേറ്റ്സ് മ്യൂ ഒപ്പിയോഡ് റിസപ്റ്റർ. മ്യൂ ഒപ്പിയോഡ് റിസപ്റ്റേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന ഡ്രഗ് ഒപ്പിയോഡ് അനാൽജസിക് ആണ് മോർഫിൻ. ഇനി കീറ്റോകോണസോൾ. കീറ്റോകോണസോൾ നമ്മുടെ ആന്റി ഫംഗൽ ഡ്രഗ് ആണ്. സോ അത് എന്ത് ചെയ്യും ഫംഗസിനുണ്ട് സെൽ വോളിന് എസെൻഷ്യൽ ആയിട്ടുള്ള എർഗോസ്റ്റിറോൾ എന്ന് പറഞ്ഞ എലമെന്റ് ഉണ്ട്. എർഗോസ്റ്റിറോളിന്റെ സിന്തസിസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഡ്രഗ് ആണ് എന്ത് കീറ്റോകോണസോൾ. സോ കീറ്റോകോണസോൾ ഇൻഹിബിറ്റ്സ് ദി എർഗോസ്റ്റിറോൾ സിന്തസിസ് ഇൻ ഫംഗി. സെലിക്കോക്സിബ് എന്ന് പറയുമ്പോൾ എന്താണ് COX-2 എൻസൈമിനെ സെലക്റ്റീവ് ആയിട്ട് ഇൻഹിബിറ്റ് ചെയ്യുന്ന ഡ്രഗ് ആണ്. അത് ഓർക്കുക നമ്മൾ, കാരണം COX-2ഉം COX-1 ഒക്കെ പറയുന്നുണ്ട്. COX-2നെ സെലക്റ്റീവ് ആയിട്ട് ഇൻഹിബിറ്റ് ചെയ്യുന്ന ഡ്രഗ് ആണ് സെലിക്കോക്സിബ്. സെലിക്കോക്സിബ് സെലക്റ്റീവ് ആയിട്ട് COX-2 എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നൈട്രോഗ്ലിസറിൻ നമ്മൾ പറഞ്ഞു നൈട്രോക്സൈഡിനെ റിലീസ് ചെയ്യും, ഇറ്റ് കോസ് വാസോ ഡൈലേഷൻ. അങ്ങനെ നൈട്രോഗ്ലിസറിന്റെ കാര്യം. പിന്നെ അൽപ്രസോളം, ഇതും എന്താണ് ഗാബ എ റിസപ്റ്ററിൽ ആക്ട് ചെയ്തിട്ട് ഗാബ ആക്ടിവിറ്റിനെ എൻഹാൻസ് ചെയ്യുന്ന ഒരു ഡ്രഗ് ആണ്. പിന്നെ ഗാബപെന്റി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, ബൈസ് ടു ദ വോൾട്ടേജ് ഗേറ്റഡ് കാൽഷ്യം ചാനൽസ്. നെക്സ്റ്റ് വൺ ഇപ്രാട്രോപ്പിയം. ഇപ്രാട്രോപ്പിയം എന്ന് പറഞ്ഞാൽ ബ്ലോക്സ് ദി മസ്കാരനിക് റിസപ്റ്റർ. അപ്പൊ നമ്മൾ നമുക്കറിയാം മസ്കാരനിക് റിസപ്റ്ററിലെ M റിസപ്റ്ററിനെ ആക്ട് ചെയ്യുന്നതാണ് ഇപ്രാട്രോപ്പിയം. നമുക്കറിയാം M1 M2 റിസപ്റ്റേഴ്സ് ഒക്കെ ഉണ്ട്. സോ മസ്കാനിക് റിസപ്റ്ററിനെ ബ്ലോക്ക് ചെയ്യുന്ന ഒരു ഡ്രഗ് ആണ് ഇപ്രാട്രോപ്പിയം. പിന്നെ സിഡാഗ്ലിപ്റ്റിൻ. ഗ്ലിപ്റ്റിൻസ് എല്ലാം തന്നെ നമ്മൾ പറഞ്ഞു ഡൈപെപ്റ്റിഡൈൽ പെപ്റ്റിഡേസ് 4 ഇൻഹിബിറ്റേഴ്സ് ആണ്. DPP4 ഇൻഹിബിറ്റേഴ്സ് എല്ലാം തന്നെ ഗ്ലിപ്റ്റിൻസ് ടേം കൊണ്ടാണ് എൻഡ് ചെയ്യുന്നത്. ഗ്ലിപ്റ്റിൻസ് ടേം കൊണ്ടാണ് എൻഡ് ചെയ്യുന്നത്. സോ സിഡാഗ്ലിപ്റ്റിൻ വിൽഡാഗ്ലിപ്റ്റിൻ ഒക്കെ എന്താണ് ഡൈപെപ്റ്റിഡൈൽ പെപ്റ്റിഡേസ് 4 എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഡ്രഗ്സ് ആണ്. പിന്നെ ഡിജോക്സിൻ. ഡിജോക്സിൻ എന്താണ് സോഡിയം പൊട്ടാസ്യം ATPase ഇൻഹിബിറ്റ് ചെയ്യുന്ന ഒരു ആന്റി അരിത്തമിക് ഡ്രഗ് ആണ്. ആന്റി അരിത്തമിക് ഡ്രഗ്. സോ സോഡിയം പൊട്ടാസ്യം ATPase ഇൻഹിബിറ്റ് ചെയ്യുന്ന ഡ്രഗ് ആണ്. പിന്നെ വെരനിക്ലിൻ, ഇറ്റ്സ് എ പാർഷ്യൽ അഗോണിസ്റ്റ് അറ്റ് നിക്കോട്ടിനിക് അസിറ്റൈൽകോളിൻ റിസപ്റ്റർ. പാർഷ്യൽ അഗോണിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ഈ അസിറ്റൈൽകോളിൻ നിക്കോട്ടിക് രണ്ട് ടൈപ്പ് റിസപ്റ്റേഴ്സ് വരുന്നുണ്ട്. നിക്കോട്ടിനിക് റിസപ്റ്റേഴ്സും ഉണ്ട്, മസ്കാനിക് റിസപ്റ്റേഴ്സും ഉണ്ട്. നിക്കോട്ടിനിക് റിസപ്റ്റേഴ്സിൽ അഗോണിസ്റ്റ് ആയിട്ട് പാർഷ്യൽ അഗോണിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഡ്രഗ് ആണ്
Varenicline. At the acetamide, it inhibits the intestinal absorption of cholesterol. Intestinal absorption, കൊളസ്ട്രോളിന്റെ intestinal absorption നമ്മൾ തന്നെ സ്റ്റാറ്റിൻസിനെ പറ്റി മാത്രമാണ് പറഞ്ഞത്. കൊളസ്ട്രോളിന്റെ intestine എന്നുള്ള അബ്സോർപ്ഷനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഡ്രഗ് ആണ് എസറ്റിമൈബ്. നെക്സ്റ്റ് വൺ മീഥൈൽ പ്രെഡ്നിസോൾ. നമുക്കറിയാം അത് പ്രെഡ്നിസോളോൺ പോലെ തന്നെ കോർട്ടിക്കോയിഡ് സ്റ്റിറോയിഡ് ആണ്. ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് റിസപ്റ്ററിൽ ആക്ട് ചെയ്തിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ഡ്രഗ് ആണ്. നെക്സ്റ്റ് വൺ പയോഗ്ലിറ്റിസോൺ. നമുക്കറിയാം PPAR ഗാമ, പെറോക്സിസോം പ്രോളിഫറേറ്റഡ് ആക്ടിവേറ്റഡ് റിസപ്റ്റർ, അതാണ് PPAR ന്റെ ഫുൾ ഫോം. PPAR ഗാമ റിസപ്റ്റർ ആക്ടിവേറ്റർ ആണ് പയോഗ്ലിറ്റിസോൺ ഒക്കെ. പിന്നെ അതുപോലെ അസിക്ലോവർ നമ്മൾ പറഞ്ഞു, അതൊരു ആന്റി റിട്രോവൈറൽ ഡ്രഗ് ആണ്, യൂസ്ഡ് ഫോർ ഹെർപ്പിസ്. സോ അതെന്താ ചെയ്യുന്നത്, വൈറസിന്റെ DNA പോളിമറൈസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. വൈറൽ DNA പോളിമറൈസിനെ ഇൻഹിബിറ്റ് ചെയ്തിട്ട് ആക്ട് ചെയ്യുന്ന ഡ്രഗ് ആണ് അസൈക്ലോവർ. അതൊരു ആന്റി വൈറൽ ഡ്രഗ് ആണ്. പിന്നെ ക്ലിൻഡാമൈസിൻ, ഇറ്റ് ഇൻഹിബിറ്റ്സ് ദ ബാക്ടീരിയൽ പ്രോട്ടീൻ സിന്തസിസ് ബൈ ബൈൻഡിങ് ടു 50S റൈബോസോമൽ സബ് യൂണിറ്റ്. അതായത് അസിത്രോമൈസിൻ പോലെ തന്നെ ബാക്ടീരിയയുടെ പ്രോട്ടീൻ ഉള്ള 50S സബ് യൂണിറ്റിനെ ബൈൻഡ് ചെയ്തിട്ട് പ്രോട്ടീൻ സിന്തസിസിനെ ബ്ലോക്ക് ചെയ്യുന്ന ഡ്രഗ് ആണ് എന്ത്, ക്ലിൻഡാമൈസിൻ. പിന്നെ നെക്സ്റ്റ് വൺ ഫോളിക് ആസിഡ്. Folic acid participates in DNA synthesis and repair. Next, carbamazepine, it inhibits voltage gated sodium channel. അപ്പോൾ വോൾട്ടേജ് ഗേറ്റഡ് സോഡിയം ചാനലിനെ ബ്ലോക്ക് ചെയ്യുന്ന ഡ്രഗ് ആണ് എന്ത്, കാർബമസെപ്പിൻ. സോ ഒരു സോഡിയം ചാനൽ ബ്ലോക്കർ ആണത്. ലൈക്ക് വോൾട്ടേജ് ഗേറ്റഡ് സോഡിയം ചാനൽ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഡ്രഗ് ആണ് കാർബമസെപ്പിൻ. പിന്നെ ലോസായിട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു, പ്രെഡ്നിസോൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. കീറ്റോറലാക് എന്ത് ചെയ്യുന്നുണ്ട്, COX-1നെയും COX-2 എൻസൈമിനെയും എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്. സെലക്റ്റീവ് ആയിട്ട് നമ്മൾ പറഞ്ഞു, അതേതാണ്, സെലിക്കോക്സിബ് ആണ്. കീറ്റോറലാക്കും it inhibits COX-1 and COX-2 inhibit. ഇനി ഹൈഡ്രോകോഡോൺ ആക്ടിവേറ്റ്സ് മ്യൂ ഓപ്പിയോയിഡ് റിസപ്റ്റർ. ഓപ്പിയോയിഡ് അനാലിസിസിൽ വരുന്നതാണ്, മോർഫിൻ പോലെ തന്നെ മ്യൂ ഓപ്പിയോയിഡ് റിസപ്റ്ററിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരു ഡ്രഗ് ആണ് ഹൈഡ്രോകോഡോൺ. നെക്സ്റ്റ് വൺ ഓലൻസാപ്പിൻ, ഇറ്റ് ആന്റഗോണൈസസ് ദി ഡോപ്പമിൻ D2 ആൻഡ് സെറോട്ടോണിൻ 5-HT2 റിസപ്റ്റർ, ഓലൻസാപ്പിൻ. പിന്നെ ഫിനോബാർബിറ്റൽ, അതെന്താ ചെയ്യുന്നത്, ഗാബ ആക്ടിവിറ്റിനെ എൻഹാൻസ് ചെയ്യും ബൈ ആക്ടിങ് അറ്റ് ദി ഗാബ എ റിസപ്റ്റർ. പിന്നെ ഡെക്സാമെഥസോൺ എന്താണ്, ഇതുപോലെ തന്നെ നമ്മുടെ പ്രെഡ്നിസോൾ പോലെ തന്നെയുള്ള ഒരു കോർട്ടിക്കോസ്റ്റീറോയിഡ് ആണ്, ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് റിസപ്റ്ററിലാണ് ആക്ട് ചെയ്യുന്നത്. സോ ഇവിടെ ഫോളിക് ആസിഡ് പറഞ്ഞു, പിന്നെ കാർബമസെപ്പിൻ, ലോസാർട്ടൻ, പ്രെഡ്നിസോളോൺ, കീറ്റോറലാക് NSAID ആണ്, COX-1, COX-2, ഹൈഡ്രോകോഡോൺ മ്യൂ ഓപ്പിയോയിഡ് റിസപ്റ്റർ. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഫിനോബാർബിറ്റൽ. അടുത്ത നെക്സ്റ്റ് വൺ ഐസോസോർബേറ്റ് മോണോനൈട്രേറ്റ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, എന്താണ്, നമ്മൾ ആൻജീനയുടെ കണ്ടീഷനിൽ യൂസ് ചെയ്യുന്നതാണ്. സോ വാസോ ഡൈലേഷൻ ഉണ്ടാക്കാൻ വേണ്ടി നൈട്രിക് ഓക്സൈഡിനെ റിലീസ് ചെയ്യും, അങ്ങനെയാണ് ഇത് വാസോ ഡൈലേഷൻ ഉണ്ടാക്കുന്നത്. പിന്നെ മെത്തോട്രെക്സേറ്റ് നമ്മൾ പറഞ്ഞു, എന്താണ്, അതൊരു ആന്റി നിയോപ്ലാസ്റ്റിക് ഡ്രഗ് ആയിട്ട് യൂസ് ചെയ്യാം, അതുപോലെ ഇമ്മ്യൂണോ സപ്രസൻ ആയിട്ടും യൂസ് ചെയ്യാം. ഇത് എന്ത് ചെയ്യും, ഡൈഹൈഡ്രോഫോളേറ്റ് റിഡക്റ്റീസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഡ്രഗ് ആണ് മെത്തോട്രെക്സേറ്റ്. പിന്നെ ഡിൽറ്റിയാസം എന്ന് പറഞ്ഞാൽ ഡിൽറ്റിയാസം, അതുപോലെ അംലോഡിപ്പിൻ, അതിന്റെ കൂടെ വെരാപ്പമിൻ. ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 കാൽഷ്യം ചാനൽ ബ്ലോക്കർ ആണ്. നിഫിഡിപ്പിൻ 2. അംലോഡിപ്പിൻ, നിഫിഡിപ്പിൻ, വെരാപ്പമിൽ, ഡിൽറ്റിയാസം, ഇത്രയും കാൽഷ്യം ചാനൽ ബ്ലോക്കർ ആണ്. പിന്നെ നെക്സ്റ്റ് വൺ മിർട്ടാസെപ്പിൻ ആന്റഗോണൈസസ് ദി സെൻട്രൽ പ്രീസിനാപ്റ്റിക് ആൽഫ-2 അഡ്രിനാർജിക് റിസപ്റ്റർ. സോ സെൻട്രൽ പ്രീസിനാപ്റ്റിക് ആയിട്ടുള്ള ആൽഫ-2 റിസപ്റ്ററിനെ ബ്ലോക്ക് ചെയ്യുന്ന ഡ്രഗ് ആണ് മിർട്ടാസെപ്പിൻ. പിന്നെ സോഡിയം വാൽപ്രോയിക് ആസിഡിന്റെ ഒരു ഡെറിവേറ്റീവ് ആണ്, അത് ഗാബ ലെവലിനെ ഇൻക്രീസ് ചെയ്യുന്ന ഡ്രഗ് ആണ്. പിന്നെ അതുപോലെ ഇൻഹിബിറ്റ്സ് വോൾട്ടേജ് ഗേറ്റഡ് സോഡിയം, അതൊരു നോവൽ ഡ്രഗ് ആണ് ഫോർ എപ്പിലെപ്സി കണ്ടീഷൻ യൂസ് ചെയ്യുന്ന ഒരു നോവൽ ഡ്രഗ് ആണ്. എന്ത്, ലാമോട്രിജിൻ, ഇറ്റ് ഇൻഹിബിറ്റ്സ് വോൾട്ടേജ് ഗേറ്റഡ് സോഡിയം ചാനൽ. വോൾട്ടേജ് ഗേറ്റഡ് സോഡിയം ചാനലിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഡ്രഗ് ആണ് ലാമോട്രിജിൻ. അതുപോലെ സുമാട്രിപ്റ്റാൻ, ഇറ്റ് അഗോണൈസസ് ദി സെറോട്ടോണിൻ 5-HT1 റിസപ്റ്റർ. റിസ്പെരിഡോൺ ആന്റഗോണൈസസ് ദി D2 ആൻഡ് സെറോട്ടോണിൻ. ഡോപ്പമിൻ ആൻഡ് സെറോട്ടോണിൻ റിസപ്റ്ററിനെ ആന്റഗോണൈസ് ചെയ്യുന്ന ഡ്രഗ് ആണ് എന്ത്, റിസ്പെരിഡോൺ. So next one coming to the this എറ്റനസെപ്റ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇതെന്താ ചെയ്യണേ, TNF-നെ ഇൻഹിബിറ്റ് ചെയ്യുന്ന, ട്യൂമർ നെക്രോസിസ് ഫാക്ടറിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഒരു ഡ്രഗ് ആണ്. അസാതയോപ്രിൻ, ഇറ്റ് ഇൻഹിബിറ്റ്സ് DNA സിന്തസിസ്, അസാതയോപ്രിൻ. പിന്നെ ഗ്ലിപ്പിസൈഡ് എന്താണ്, ഇൻസുലിൻ റിലീസിനെ സ്റ്റിമുലേറ്റ് ചെയ്യും.
സൾഫോണൽ യൂറിയ കാറ്റഗറി. അതെല്ലാം എന്താണ്, ഇൻസുലിൻ റിലീസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഡ്രഗ്സും ഉണ്ട്. നമ്മൾ പറഞ്ഞ ഇൻസുലിൻ റെസിസ്റ്റൻസിനെ കൗണ്ടർ ആക്ട് ചെയ്യുന്ന ഡ്രഗ്സും ഉണ്ട്. അതുപോലെ ഇൻസുലിൻ റിലീസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഡ്രഗിനകത്ത് വരുന്നതാണ് ഗ്ലിപ്പിസൈഡ്. പിന്നെ ബീറ്റ 2 ബ്ലോക്കർ അഗോണൈസസ് ബീറ്റ 2 ബ്ലോക്കർ അല്ല, ബീറ്റ 2 അഗോണിസ്റ്റ് ആണ് ആൽബ്യൂട്ടറോൾ. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞ ഡോൾ വരുന്ന എല്ലാം ബീറ്റ ബ്ലോക്കർ ആണെന്ന് പറഞ്ഞാൽ, പക്ഷെ ആൽബ്യൂട്ടറോൾ എന്താണ്, അതൊരു ബീറ്റ 2 അഗോണിസ്റ്റ് ആണ്. പിന്നെ അതുപോലെ LT4 റിസപ്റ്റർ ആന്റഗോണിസ്റ്റ്, ലൂക്കോട്രൈൻ റിസപ്റ്ററിനെ ബ്ലോക്ക് ചെയ്യുന്ന ഡ്രഗ് ആണ് മോണ്ടിലൂക്കാസ്റ്റ്. നമ്മൾ ഓൾറെഡി മുന്നേ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് വൺ ടാക്രോലിമസ്. ടാക്രോലിമസ് എന്താണ്, നമ്മുടെ കാൽസിന്യൂറിനെ, അതൊരു ഇമ്മ്യൂണോ സപ്രസന്റ് ആണ്. അത് കാൽസിന്യൂറിൻ എന്ന് പറഞ്ഞിട്ടുള്ള കാൽസിന്യൂറിൻ ഇൻഹിബിറ്റർ കാറ്റഗറിയിൽ വരുന്ന ഒരു ഇമ്മ്യൂണോ സപ്രസന്റ് ആണ് ടാക്രോലിമസ്. So it inhibits calcineurin. അടുത്തത് ടയോട്രോപ്പിയം. ഇറ്റ് ബ്ലോക്സ് മസ്കാർനിക് റിസപ്റ്റേഴ്സ് ഇൻ ദ ലങ്സ്. മസ്കാർനിക് റിസപ്റ്റേഴ്സിനെ ബ്ലോക്ക് ചെയ്യുന്ന ഡ്രഗ് ആണ് ടയോട്രോപ്പിയം. ഓക്കെ, നമ്മൾ ഇത്ര നേരം പറഞ്ഞത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡ്രഗ് മെക്കാനിസം ഓഫ് ആക്ഷൻസ് ഓഫ് ഡ്രഗ്സ് ആണ് ഇപ്പൊ നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. സോ ജസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഓൾമോസ്റ്റ് നമ്മളിപ്പോ ക്ലാസിഫിക്കേഷൻ തറവായിട്ട് പഠിക്കുമ്പോൾ തന്നെ ആ ഒരു ക്ലാസിഫിക്കേഷൻ ഹെഡിങ്ങിൽ തന്നെ നമുക്ക് അതിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ കിട്ടും. പിന്നെയും കുറച്ച് കാര്യങ്ങൾ മാത്രം അതിൽ നിന്ന് കംപ്ലീറ്റ് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ട് വരുന്നുള്ളൂ. അപ്പോൾ ഇത്രയും ഭാഗം നന്നായിട്ട് നോക്കുക. ജസ്റ്റ് ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു റിവിഷൻ പോയിന്റ് ആയതുകൊണ്ട് തന്നെ എല്ലാത്തിനെയും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഇമ്പോർട്ടന്റ് ആയ കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നന്നായിട്ട് ക്ലാസിഫിക്കേഷൻ പഠിക്കുക. ക്ലാസിഫിക്കേഷൻ പഠിച്ചാൽ തന്നെ പകുതി മെക്കാനിസം ഓഫ് ആക്ഷൻ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ.